നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യൂറോ കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് പോർച്ചുഗലും ഫ്രാൻസും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. പോർച്ചുഗീസ് നിരയിൽ ഇന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ സ്റ്റാർട്ട് ചെയ്യുമെന്നൊരു ചോദ്യം ആരാധകരുടെ മനസ്സിലുണ്ട്. ഇന്നലെ മാധ്യമപ്രവർത്തകർ അത് കോച്ച് റോബർട്ടോ മാർട്ടിനസിനോട് ചോദിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഒരു കാരണം നമുക്കറിയാം. ഇപ്പോൾ ഈ യൂറോ കപ്പിൽ 4 കളികൾ കളിച്ചിട്ടും ക്രിസ്ത്യാനോക്ക് ഒരു ഗോൾ പോലും നേടാൻ കഴിഞ്ഞില്ല. ഈവൻ കഴിഞ്ഞ കളിയിൽ പെനാൽറ്റി അദ്ദേഹത്തിന് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിയാതെ വന്നതോടെ അദ്ദേഹം കരയുന്നൊരു സ്ഥിതിവിശേഷവും ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് കോച്ചിനോട് ഒരു ചോദ്യം ചോദിക്കുന്നത്. ക്രിസ്ത്യാനോ സ്റ്റാർട്ട് ചെയ്യുമോ? പ്രത്യേകിച്ച് അദ്ദേഹത്തിന് കഴിഞ്ഞ കളിയിലെ ആ ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗണിന് ശേഷം കാര്യങ്ങൾ എങ്ങനെയാണ് അദ്ദേഹം ചെയ്യുന്നത്, അദ്ദേഹത്തിന് ഈ മത്സരം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അതിനുള്ള റോബർട്ടോ മാർട്ടിനസിന്റെ മറുപടി: ക്രിസ്ത്യാനോ ഈ കളിക്ക് റെഡിയാണ്, പ്രിപ്പയർഡ് ആയി കഴിഞ്ഞു. ക്രിസ്ത്യാനോ വളരെ നല്ല രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അദ്ദേഹം ആ പെനാൽറ്റി ഷൂട്ടൗട്ടിന് ശേഷം റിക്കവേർഡായി എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരുപാട് ചർച്ചകൾ ടീമിന്റെ ഡിഫൻസിനെ കുറിച്ചും ഒബ്ലക്കിനെ കുറിച്ചും ഒക്കെ മത്സരത്തിൽ ഉണ്ടായിരുന്നു. ബട്ട് ഡിസിസീവ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനോ ഷൂട്ടൗട്ടിലെ ആ ഫസ്റ്റ് പെനാൽറ്റി എടുക്കാൻ തീരുമാനിച്ചതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ ടീം ഈ ഒരു കളിക്ക് ഫുള്ളി പ്രിപ്പയർഡ് ആണ്. ഇത് ക്വാർട്ടർ ഫൈനലാണ്, ഞങ്ങൾ ഫുള്ളി ഫോക്കസ്ഡ് ആണ്. തീർച്ചയായിട്ടും വളരെ ക്രിട്ടിക്കലാണ് ഞങ്ങളുടെ കാര്യത്തിൽ തന്നെ. അതുകൊണ്ട് തന്നെ എപ്പോഴും ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കഴിയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും ഈ ഒരു മത്സരത്തിന് വേണ്ടി, ഒരു മത്സരത്തിൽ നിന്ന് അടുത്ത മത്സരത്തിലേക്ക് പോകുമ്പോഴേക്കും നമുക്ക് എല്ലാ കാര്യങ്ങളും മാറ്റിമറിക്കാൻ കഴിയില്ലല്ലോ എന്നുകൂടി ഇപ്പോൾ കോച്ച് റോബർട്ടോ മാർട്ടിനസ് പറയുന്നത്. എന്തായാലും നമ്മൾ പോർച്ചുഗലിൻ്റെ ഒരു പ്രോബിൾ ലൈനപ്പിലേക്കൊന്ന് പോവുകയാണ്. ഗോൾ കീപ്പറായിട്ട് ഡിയേഗോ കോസ്റ്റ, ഡിഫൻസിൽ ഡയസും പെപ്പയും, സെന്റർ ബാക്കുമാരുടെ റോളിൽ ഇരുപാർശ്വങ്ങളിലായിട്ട് മെൻഡസും കൻസേലോയും, മധ്യനിരയിൽ പലീഞ്ഞ, ബ്രൂണോ, വിറ്റീഞ്ഞ, മുന്നേറ്റം നയിക്കാൻ ലിയാവോ, ബെർണാഡോ, കൂടെ ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 11. എന്തായാലും ക്രിസ്ത്യാനോ പൂർണ്ണമായിട്ടും സജ്ജനാണ് എന്ന് തന്നെയാണ് കോച്ച് ഇപ്പോൾ പറയുന്നത്. ക്രിസ്ത്യാനോയെ കുറിച്ച് അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ വീണ്ടും പറയുന്നത്. അദ്ദേഹം പറയുന്നു, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാം നേടിക്കഴിഞ്ഞിട്ടുള്ള ഒരാള്, ഒരുപാട് വലിയ റെക്കോർഡുകളുള്ള ഒരാള്, അദ്ദേഹത്തിന്റെ ദേശീയ ടീമിലെ നമ്പറും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ വലിയ ഉയരത്തിലുള്ള ഒരാള് ഇപ്പോഴും വളരെ ഫ്രഷ്നെസ്സോടുകൂടി ഓരോ കളിക്കും റെഡിയാവുന്നു എന്നുള്ളത് സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യമാണ്. വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം എല്ലാവർക്കും ഒരു എക്സാമ്പിൾ ആണ്. എവരിടെ വിജയിക്കണം, എവരിടെ കോമ്പീറ്റ് ചെയ്യണം എന്ന തരത്തിൽ മുന്നോട്ട് പോകാൻ എല്ലാവർക്കും ഒരു എക്സാമ്പിൾ ആണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. സോ അത്തരത്തിലുള്ളൊരു പ്ലെയറെ, അത്ര കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു പ്ലെയറെ നമുക്ക് ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ പഴയ കാലം നമ്മൾ മറക്കാതിരിക്കണം. കാരണം അത്രയും മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിരുന്നു, അദ്ദേഹം കൂടെയുണ്ട് എന്നുള്ളതൊരു പ്രിവിലേജ് ആണ് എന്നുകൂടി കോച്ച് റോബർട്ടോ മാർട്ടിനസ് പറഞ്ഞു വെക്കുന്നു. ചുരുക്കത്തിൽ ഇന്ന് ക്രിസ്ത്യാനോ സ്റ്റാർട്ട് ചെയ്യുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ എന്ത് മാറ്റം വരുത്തും, അത് തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായിരിക്കും. കാത്തിരിക്കാൻ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എടുത്താം.